ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1874. ഇന്ന് ഫെബ്രുവരി മാസം 16-ാം തീയതി, 47-ാമത്തെ ദിവസത്തിൽ വീണ്ടും ഒരു ഞായർ ദിനമാണ്. സുറിയാനി സഭയെ സംബന്ധിച്ച് ഇന്ന് പുരോഹിതരുടെ ഞായറാണ്, കൊഹനെ ഞായർ. പുരോഹിതരെ ഓർക്കാനും അവരെക്കുറിച്ച് പറയാനും പറ്റുമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കാനുമുള്ള ദിവസം. അതൊരു അവസരവും ഭാഗ്യവുമാണ്. കടന്നുപോയവരെയും ജീവിച്ചിരിക്കുന്നവരെയും ഇനിയും ഈ വഴിയിലൂടെ വരുവാനുള്ളവരെയുമൊക്കെ ഒരുമിച്ച് നമുക്കൊന്ന് ഓർത്തെടുക്കാം. വേദപഠന മുറിയിൽ ചോദിക്കാവുന്ന ചോദ്യമാണ്, ആരാണ് പുരോഹിതൻ? കാണാപ്പാടമായി മനസ്സിൽ പണ്ടേ പതിഞ്ഞുപോയ മറുപടി റെഡിയാണ്. ദൈവത്തിനും മനുഷ്യനുമിടയിലെ പാലം. ഈ നല്ല പുലരിയില് പുരോഹിത വിചാരം ഇങ്ങനെ ആരംഭിക്കാം: ദൈവത്തിനും മനുഷ്യനുമിടയിലെ പാലം. ഒരു സങ്കടം ഇത്രയുള്ളൂ, ഇതുവരെയും അങ്ങനെയൊരു പാലമായി ശരിക്കും മാറിയിട്ടില്ല. ദൈവത്തിനും മനുഷ്യനുമിടയ്ക്ക് ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഒരു വീണ്ടും വിചാരമാണ്. തിരിഞ്ഞുനോട്ടത്തിൽ കൃത്യമായി തെളിഞ്ഞു വരുന്നതാണ്. എന്താണ് കാരണം? രണ്ടു കൂട്ടരെയും ഈ രണ്ടറ്റങ്ങളെക്കുറിച്ച് ഉള്ളിലുള്ള ധാരണക്കുറവ് തന്നെയാണ്, വ്യക്തതക്കുറവാണ്, വെളിച്ചമില്ലായ്മ കൊണ്ടാണ് ഈ രണ്ടറ്റങ്ങളെയും കുറെ കൂടി ഒന്ന് പരിചയപ്പെടാനായിട്ട് കഴിയാതെ പോകുന്നത്. ഈ രണ്ടറ്റങ്ങളെന്ന് പറഞ്ഞാൽ ദൈവത്തിനും മനുഷ്യനുമിടയിലെ പാലമാണ് പുരോഹിതനെങ്കിൽ ഈ ദൈവത്തെക്കുറിച്ചോ മനുഷ്യരെക്കുറിച്ചോ വലിയ ധാരണ ഇപ്പോഴും രൂപപ്പെട്ടിട്ടില്ല. ഇന്ന് വ്യക്തമായി കിട്ടാനായിട്ട് ആവശ്യത്തിന് വെളിച്ചവുമില്ല. അവിടെ നിന്ന് എങ്ങനെയാണ് ഇനി വെളിച്ചത്തിലേക്ക് എത്തുക? അതിനുവേണ്ടി അവനവന്റെ പരിശ്രമവും പ്രാർത്ഥനയും മാത്രം പോരാ. ഭൂമിയിലുള്ള മുഴുവൻ വിശ്വാസികളുടെ കൂട്ടായ ഒരു പ്രാർത്ഥന ആവശ്യമാണ്. ദൈവത്തെയും മനുഷ്യരെയും കുറെ കൂടി വ്യക്തതയിൽ കണ്ടെത്താനായിട്ട്, ചേർത്ത് കിട്ടാനായിട്ട്, വെളിച്ചം കിട്ടാനായിട്ട്. ഞാൻ തന്നെ ലോകത്തിന്റെ വെളിച്ചം എന്ന് പറഞ്ഞു ക്രിസ്തുവേശുവിലൂടെ കാര്യങ്ങളെയെല്ലാം ഒന്ന് പുതുതായി കണ്ടെത്താനായിട്ട്. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തില് നല്ലൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. യേശു പറഞ്ഞതാണ്, ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടതെല്ലാം ചെയ്തതിനു ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ മാത്രം നിർവഹിച്ചതേയുള്ളൂ എന്ന് പറവി. ഇതിലൊന്നും വലിയ അവകാശങ്ങൾ ഏറ്റെടുക്കരുതേ എന്നുകൂടി ക്രിസ്തുയേശു ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരു പുരോഹിതൻ നിലയിൽ ചെയ്തതിനകത്ത് ആവശ്യത്തിനും അനാവശ്യത്തിനും ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു പോയല്ലോ എന്നോർത്തും ഭാരപ്പെടുന്നുണ്ട്. ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പുരോഹിതരെയും പ്രണമിക്കുകയാണ്, ഏറെ ആദരവോടുകൂടി. ആയിരിക്കുന്നവരെയും ഈ വഴി നടന്നു വന്നുകൊണ്ടിരിക്കുന്നവരെയും വരാനുള്ളവരെയും ഇങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ട്. കുറെ കൂടി ദൈവത്തെക്കുറിച്ച് ധാരണയുള്ള, മനുഷ്യരെക്കുറിച്ച് കുറെ കൂടി വ്യക്തതയുള്ള ആ ഒരു പാലമായി ഞങ്ങളെ പണിത് തീർക്കണമേ. ആമേൻ.